2 വയസ്സുള്ളൊരു കുഞ്ഞ് ചിരിക്കുന്നു, കളിക്കുന്നു, വാക്കുകളൊക്കെ മെല്ലെ പറഞ്ഞു തുടങ്ങുന്നു. പക്ഷേ ഈ കുഞ്ഞിൻ്റെ ലൈഫിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങിയാണ്. അമ്മ കുഞ്ഞ് വേഗം ഫുഡ് കഴിക്കാനായിട്ട് ഫോൺ അല്ലെങ്കിൽ ടി വി ഒക്കെ കാണിച്ചു തുടങ്ങി. ആദ്യം അതൊരു 10 മിനിറ്റ് 20 മിനിറ്റ് ഒക്കെ ആയിരുന്നു. പിന്നീട് കുഞ്ഞത് മണിക്കൂറുകളോളം കാണാൻ തുടങ്ങി. ഇത് പിന്നീട് കുട്ടിക്ക് എല്ലായ്പ്പോഴും സ്ക്രീൻ വേണമെന്നൊരവസ്ഥയിലേക്കായി. കുട്ടി കൂടുതലായിട്ട് സ്ക്രീൻ ലഭിച്ചില്ലെങ്കിൽ കരയുക, ഇറിറ്റേറ്റഡ് ആവുക, അലറുക എന്നിങ്ങനെയുള്ള ബിഹേവിയേഴ്സ് കാണിക്കുകയും കുട്ടിയുടെ സ്ലീപ്പ് പാറ്റേണിനെ തന്നെ ഇത് അഫക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഈ ഒരു അവസ്ഥ തന്നെയാണ് സ്ക്രീൻ അഡിക്ഷൻ എന്ന് പറയുന്നത്. ഇനി സ്ക്രീൻ അഡിക്ഷൻ കുട്ടിയുടെ ബ്രെയിനിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയെന്ന് നമുക്ക് നോക്കാം. കുട്ടിയുടെ ബ്രെയിൻ ആദ്യ 6 വർഷങ്ങളിൽ അതിവേഗം വളരുന്ന ഒരു കാലഘട്ടമാണ്. ഈ ടൈമിൽ കുഞ്ഞ് പരിസ്ഥിതിയുമായിട്ട് ഇടപഴകിയാണ് കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. പക്ഷേ കുട്ടി സ്ക്രീനിന് മുൻപിൽ ഏറെ സമയം ചെലവഴിച്ചാൽ സ്ക്രീനിൽ നിന്നുള്ള ലൈറ്റും ഫാസ്റ്റ് മൂവിങ് ഇമേജസും അവയുടെ കളറും എല്ലാം ഡോപ്പമിൻ്റെ റിലീസ് അമിതമാക്കും. ഇത് കുട്ടിയെ ക്വിക്ക് പ്ലഷറിന് അടിമയാക്കുകയും റിയൽ ലൈഫിലുള്ള സംസാരവും കുട്ടികളും എല്ലാം ബോറിംഗ് ആയിട്ട് തോന്നിക്കുകയും ചെയ്യും. മാത്രമല്ല, നമുക്ക് സംസാരിച്ച് പഠിക്കാനും ലാംഗ്വേജ് പഠിക്കാനും എല്ലാം ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ വളരെ അത്യാവശ്യമാണ്. അമിതമായ സ്ക്രീൻ ഉപയോഗിക്കുന്ന കുഞ്ഞുങ്ങൾ അവർ വെറും ഒരു കേൾവിക്കാർ മാത്രമാവുകയും കുഞ്ഞിനെ തിരിച്ച് സംസാരിക്കേണ്ട ഒരു ആവശ്യമില്ല എന്നൊരവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു. ഇത് ബ്രെയിനിലെ ലാംഗ്വേജ് സെൻറ്റേഴ്സായ ബ്രോക്കാസ് ഏരിയയുടെയും ബെർണിക്കസ് ഏരിയയുടെയും സ്റ്റിമുലേഷൻ വളരെയധികം കുറയ്ക്കുന്നു. പിന്നീട് കുഞ്ഞ് സംസാരത്തിന് പിറകോട്ടാവുക, ഐ കോണ്ടാക്ട് ഇല്ലാതെ വരിക, ചുറ്റുപാടുള്ള കാര്യങ്ങളോടൊന്നും ഒരു ഇൻട്രാക്ഷനും ഇല്ലാണ്ട് വരിക, സെൻസറി ഇഷ്യൂസ്, ബിഹേവിയറൽ ഇഷ്യൂസ് എന്നിവ വരുന്നു. അറ്റൻഷൻ കുട്ടിയുടെ വളരെയധികം കുറഞ്ഞു വരുന്നു. ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുമ്പോഴാണ് നമ്മളതിനെ വെർച്വൽ ഓട്ടിസം എന്ന് പറയുന്നത്. വെർച്വൽ ഓട്ടിസം ഉണ്ടാവാനുള്ള റൂട്ട്സ് അല്ലെങ്കിൽ വേരുകളാണ് സ്ക്രീൻ അഡിക്ഷൻ. ഒരു കുട്ടിയുടെ പ്രധാനപ്പെട്ട വളർച്ചാ കാലഘട്ടങ്ങളിൽ TV അല്ലെങ്കിൽ ഫോണിന്റെ അമിതമായ ഉപയോഗം മൂലം കുട്ടി ഓട്ടിസത്തിന്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്നതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പ്രൊഫഷണൽസ് അല്ലെങ്കിൽ പാരൻസ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് വെർച്വൽ ഓട്ടിസം. അപ്പോൾ ഇതിന് മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വെർച്വൽ ഓട്ടിസം എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ ഡയഗ്നോസിസ് അല്ല, അത് തികച്ചും റിവേഴ്സിബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. ഇനി നമുക്ക് വെർച്വൽ ഓട്ടിസം എങ്ങനെ ഓവർകം ചെയ്യാമെന്ന് നോക്കാം. പക്ഷെ അതിനു മുമ്പ് നമുക്ക് ക്ലാസിക്കൽ ഓട്ടിസത്തിന്റെ ലക്ഷണങ്ങളും അറിഞ്ഞിരിക്കണം. ക്ലാസിക്കൽ ഓട്ടിസം ഒരു ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ ആണ്. ഇത് ജന്മനാ തന്നെ ഉണ്ടാവുന്ന ഒരു കണ്ടീഷൻ ആയിരിക്കും. കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെന്റും അതിന്റെ പ്രവർത്തനവും സാധാരണ രീതിയിൽ ആയിരിക്കത്തില്ല. ഇതിന്റെ സിംറ്റംസ് ആണ് കമ്മ്യൂണിക്കേഷനിൽ പ്രോബ്ലം, സോഷ്യൽ ഇന്ററാക്ഷനിൽ പ്രോബ്ലം, ബിഹേവിയറൽ ഇഷ്യൂസ്, സെൻസറി ഇഷ്യൂസ് എന്നിവ. ക്ലാസിക്കൽ ഓട്ടിസത്തിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിലും അതെങ്ങനെ നേരത്തെ തിരിച്ചറിയാം, ഓട്ടിസം ഉണ്ടോ എന്നറിയാൻ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ സിമ്പിൾ ടെസ്റ്റിനെ പറ്റിയെല്ലാം നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് കാണാവുന്നതാണ്. ഇനി നമുക്ക് വെർച്വൽ ഓട്ടിസം മറികടക്കാനുള്ള മാർഗങ്ങളെ പറ്റി നോക്കാം. അതിൽ ഫസ്റ്റ് വണ്ണാണ് സ്ക്രീൻ ഡീറ്റോക്സ്. ഇത് മറ്റൊന്നുമല്ല, സ്ക്രീൻ ടൈം കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ്. WHO അമേരിക്കൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സും ഹെൽത്തി സ്ക്രീൻ ടൈം ഗൈഡ് ലൈൻസ് തന്നിട്ടുണ്ട്. അതനുസരിച്ചിട്ട് ഒരു 0 to 2 years ഉള്ള കുട്ടിയാണെങ്കിൽ സ്ക്രീൻ ടൈം പാടില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ 2 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടിയാണെങ്കിൽ മാക്സിമം സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് 1 hour per day ആണ്. അത് തന്നെ പാരൻസിന്റെ ഗൈഡ് ലൈൻസിലായിരിക്കണം. അതുപോലെ തന്നെ ഹൈ ക്വാളിറ്റി കണ്ടന്റും ആയിരിക്കണം. 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടിയാണെങ്കിൽ അവർക്ക് 1 to 2 hours per day ആണ് സ്ക്രീൻ ടൈം റെക്കമെൻഡ് ചെയ്യുന്നത്. അതായത് പ്രായം കുറയും തോറും സ്ക്രീൻ ടൈം കുറവും ആയിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. കുട്ടികളുടെ സ്ക്രീൻ ടൈം കുറയ്ക്കാനുള്ള മെത്തേഡ്സ് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കാണാവുന്നതാണ്. രണ്ടാമത്തെ മെത്തേഡാണ് പാരൻസ് ചൈൽഡ് ഇൻട്രാക്ഷൻ തെറപ്പി എന്നുള്ളത്. അതായത് സ്ക്രീനിന് പകരം ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ കൂട്ടുക. ദിവസവും 1 മണിക്കൂറെങ്കിലും കുട്ടിയുമായി ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക. മൂന്നാമത്തെ കാര്യമാണ് പാരന്റ് മോഡലിംഗ്. അതായത് പാരൻസിൻ്റെ തന്നെ അല്ലെങ്കിൽ വീട്ടിലുള്ളവരുടെ തന്നെ സ്ക്രീൻ ടൈം കുറിച്ച് കുട്ടിക്കൊരു മോഡൽ അല്ലെങ്കിൽ മാതൃക ആവുക എന്നുള്ളത്. ഫോർത്ത് വണ്ണാണ് ഒരു എൻറിച്ച്ഡ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് കൊടുക്കുക എന്നുള്ളത്. അതിനായിട്ട് പുസ്തകങ്ങൾ, പസിൽസ്, കൂടാതെ നേച്ചറുമായിട്ട് ഇടപെടുകാനുള്ള അവസരങ്ങൾ എല്ലാം കുട്ടിക്ക് നൽകുക. ഫിഫ്ത്ത് വണ്ണാണ് ആവശ്യമെങ്കിൽ ഒരു പ്രൊഫഷണലിൻ്റെ സഹായം തേടുക എന്നുള്ളത്. ഇപ്പോൾ കുട്ടിക്ക് സ്പീച്ച് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ സ്പീച്ച് തെറപ്പിസ്റ്റിൻ്റെ, സെൻസറി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഒക്യുപ്പേഷൻ തെറപ്പിസ്റ്റിൻ്റെ, ബിഹേവിയറൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ബിഹേവിയർ തെറപ്പിസ്റ്റിൻ്റെ ഒക്കെ സഹായം തേടാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വെർച്വൽ ഓട്ടിസം വരാതിരിക്കാൻ, ഇനിയിപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഓവർകം ചെയ്യാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള സൊല്യൂഷൻ എന്നത് ഡിജിറ്റൽ സ്റ്റിമുലേഷൻ കുറച്ചിട്ട് മനുഷ്യബന്ധം കൂട്ടുക എന്നുള്ളതാണ്. കുട്ടിയുടെ യഥാർത്ഥ വളർച്ച നടക്കുന്നത് സ്നേഹത്തിലൂടെയും കളികളോടെയും പാരൻസുമായിട്ടുള്ള നല്ല ബന്ധത്തിലൂടെയൊക്കെയാണ്.
ഓർക്കുക, സ്ക്രീൻ ഒരു ടൂൾ മാത്രമാണ്, ഒരു ബേബി സിറ്റർ അല്ല. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യുക, മറ്റ് പാരൻസുമായിട്ട് ഷെയർ ചെയ്യുക.